ഹലോ, ഈ ന്യൂബോൺ കെയറിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് നോർമലായാണ് തോന്നുന്നത്. ബട്ട് എല്ലാ പ്രാക്ടീസസും ബേബിക്ക് കംപ്ലീറ്റ്ലി സേഫ് ആയിരിക്കണം എന്നില്ല. ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വൈ. ആദ്യം തന്നെ പറയാം, കുളിപ്പിക്കുന്നത്. ജനിച്ചു കഴിഞ്ഞ ഉടനെ കുളിപ്പിക്കണം. ഇത് നമ്മൾ കേട്ട് വളർന്ന സംഭവമാണ്. ക്ലീൻ ആകണം എന്ന് പറഞ്ഞാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷേ ന്യൂബോൺ ബേബീസിന് ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഏർലി ബാത്ത് ചെയ്യുമ്പോൾ കുട്ടികളുടെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് മിനിമം ഒരു 24 hours എങ്കിലും വെയിറ്റ് ചെയ്യാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അടുത്ത് പറയുന്നത് ഓയിൽ മസാജ്. കുട്ടികൾക്കായിട്ട് നല്ലൊരു ബോണ്ടിങ് വരാനാണ് നമ്മൾ മെയിൻലി ഓയിൽ മസാജ് ചെയ്യുന്നത്. അത് ബോണ്ടിങ്ങിന് വളരെ നല്ലതുമാണ്. ബട്ട് ചെയ്യുന്ന സംഭവം ജെൻറ്റിലായിരിക്കണം. ഈ ബേബി സ്കൾ എന്നൊക്കെ പറഞ്ഞാൽ നല്ല സോഫ്റ്റാണ്. അപ്പോൾ സ്ട്രോങ് പ്രഷറൊക്കെ അവോയ്ഡ് ചെയ്യുക. ഈ എണ്ണ തേക്കുന്ന സമയത്ത് നമ്മൾ മൂക്കിലോട്ടൊക്കെ പോകുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. അങ്ങനെ വന്നാൽ ബ്രീത്തിങ് ഇഷ്യൂസും ഇൻഫെക്ഷനൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ബി കെയർഫുൾ. കുളിപ്പിച്ച് കഴിഞ്ഞ ശേഷം കുട്ടിയുടെ ഈ ചെവിയിലും പൊക്കിളിലും ഒക്കെ ഊതുന്ന ഒരു സ്വഭാവമുണ്ട്. അത് കുട്ടികളുടെ ആ ഏരിയാസിൽ വെള്ളം പോയത് കാരണം ഡ്രൈ ആക്കാൻ വേണ്ടി ചെയ്യുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ബട്ട് ആക്ച്വലി ഇത് ബാക്ടീരിയ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇയേഴ്സും അംബ്ലിക്കൽ ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ വളരെ സെൻസിറ്റീവാണ്. സോ ജെൻറ്റിൽ പാറ്റ് ട്രൈ ചെയ്താൽ മതിയാകും. കുളിപ്പിച്ച് കഴിഞ്ഞ കുട്ടിക്ക് കാജൽ എഴുതുന്നത്. കാജൽ കണ്ണ് നന്നായി വരാൻ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ചില കാജൽ പ്രോഡക്ട്സിൽ ഹാംഫുൾ സബ്സ്റ്റൻസ് ലൈക്ക് ലെഡ് ഒക്കെ ഉണ്ടാകും. ഏറ്റവും നല്ല റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും സേഫ്. കാജൽ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ പൗഡർ യൂസ് ചെയ്യും. ഈ പൗഡർ എയറുമായിട്ട് മിക്സ് ചെയ്ത് ബേബി അത് ഇൻഹേൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ന്യൂ ബോൺ ലങ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഡെലിക്കേറ്റ് ആണ്. സോ മിനിമൽ യൂസ് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തത് എന്നായിരിക്കും മിക്ക മുതിർന്നവരും പറയുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്തതിൽ തെറ്റില്ല, പക്ഷെ അന്ന് ലക്കായിരുന്നു അവിടെ ആക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾക്ക് കിട്ടിയ നോളേജ് നമ്മൾ യൂസ് ചെയ്യുക. ബേബിക്ക് കൂടുതൽ സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ട്രഡീഷനും റെസ്പെക്ട് ചെയ്യണം, വേണ്ട എന്നല്ല, പക്ഷെ സയൻസും ഫോളോ ചെയ്യും. ജെന്റിൽ കെയർ ഓൾവേസ് വർക്ക്സ് ബെറ്റർ ദാൻ ഫോഴ്സ്ഫുൾ പ്രാക്ടീസസ്.